ചൈനയിലെ വൻമതിൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ്. ഇതിന്റെ നിർമ്മാണം ചുവന്ന ചൈനീസ് രാജവംശങ്ങളുടെ കാലത്ത് പ്രതിരോധം മികവുറ്റതായി നിലനിർത്തുന്നതിന് വേണ്ടി തുടങ്ങി. ഈ മതിൽ ഏകദേശം 21,196 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. ചൈനയുടെ വടക്കൻ അതിർത്തി വരെയുള്ള പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത്. വൻമതിൽ 14-ാം നൂറ്റാണ്ടിൽ മിങ് വംശത്തിന്റെ കാലത്ത് പൂർത്തിയാക്കപ്പെട്ടു. ചെരിവുകളും മലനിരകളും കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഈ മതിൽ 7 മീറ്റർ ഉയരവും 5 മുതൽ 8 മീറ്റർ വരെ വീതിയുമുള്ളതാണ്. ഇതിന്റെ നിർമ്മാണം പ്രധാനമായും കല്ലുകൾ, മൺകട്ടകൾ ഉൾപ്പെടെ ശക്തമായ നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. വൻമതിലിന്റെ പ്രധാന ഉദ്ദേശ്യം മംഗോളിയൻ നോമാഡിക് പ്രജകളുടെ അധിനിവേശങ്ങളെ തടയുക എന്നതായിരുന്നു. മുട്ടിയാൻയു ഗ്രേറ്റ് വാൾ ചൈനയിലെ ബെയ്ജിങ്ങിന്റെ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചൈനയുടെ ചരിത്രമണ്ഡലത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഈ മതിൽ ഏകദേശം 1400 വർഷം പഴക്കമുള്ളതാണ്. മിങ് രാജവംശകാലത്ത് 14 മുതൽ 17-ാം നൂറ്റാണ്ട് വരെ ചൈനയുടെ ഉത്തരദിശയിൽ നിന്നുള്ള മംഗോളിയൻ ആക്രമണങ്ങളെ തടയാനായി ഈ ഭാഗം നവീകരിക്കപ്പെട്ടത് ആണ് ഇതിന്റെ ഒരു പ്രധാന പ്രത്യേകത. മുട്ടിയാൻയുവിലെ ഈ മതിൽ ആദ്യമായി ഖൊഹാൻ രാജവംശം കാലഘട്ടത്തിൽ 6-ാം നൂറ്റാണ്ട് നിർമ്മിക്കപ്പെട്ടു. പിന്നീട് മിങ് സാമ്രാജ്യത്തിന്റെ കാലത്ത് 1368-1644 കാലഘട്ടത്തിൽ ഇത് ശക്തമായി വികസിപ്പിക്കുകയും നന്നാക്കുകയും ചെയ്തു. മുട്ടിയാൻയു ഭാഗം പ്രത്യേകമാണ്, കാരണം ഇത് സൈനിക പ്രതിരോധത്തിന് ഏറ്റവും പ്രാധാന്യം നൽകിയിരുന്ന ഗ്രേറ്റ് വാളിന്റെ ഭാഗങ്ങളിലൊന്നാണ്. ഇത് ബെയ്ജിങ്ങിലേക്ക് എത്തുന്ന ഏറ്റവും പ്രധാനമായ കടവുകളെ സംരക്ഷിക്കാൻ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഈ ഭാഗത്തെ 23 ടവറുകളും ത്രികോണാകൃതിയിലുള്ള മൺമാടങ്ങളും ഇതിന്റെ പ്രതിരോധ ശേഷിയെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു. മുട്ടിയാൻയുയുടെ മതിൽ മറ്റു ഭാഗങ്ങളെക്കാൾ ഉയർന്നതാണ്. ഇത് ചെറുതും വീതിയുള്ളതുമായ നിരവധി അടുക്കുകൾ ഒരു കെട്ടിട രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. സൈനികർക്ക് സംരക്ഷണം നൽകാൻ കഴിയുന്ന വിധം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ടവറുകളിൽ നിന്ന് ചുറ്റുപാടിന്റെ ദീർഘദൂര കാഴ്ചകൾ കാണാനും ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും സാധിക്കുമായിരുന്നു. മുട്ടിയാൻയു ഗ്രേറ്റ് വാളിലേക്ക് പോകുന്നത് വളരെ മനോഹരവും എളുപ്പവുമാണ്. പ്രത്യേകിച്ച് ടൂറിസ്റ്റുകൾക്ക് അനുയോജ്യമായ അനുഭവമാണ് ഇത്. ചൈനയിലെ ബെയ്ജിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായ മുട്ടിയാൻയുക്ക് യാത്ര ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഈ മാർഗങ്ങളും വിവരങ്ങളും പരിഗണിക്കാം. മുട്ടിയാൻയു ബെയ്ജിങ്ങിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്നു. നഗരകേന്ദ്രത്തിൽ നിന്ന് ഇവിടെ എത്താൻ 1.5 മണിക്കൂർ നീണ്ട യാത്ര വേണ്ടിവരും. ബസ് സ്റ്റാൻഡിൽ നിന്ന് മുട്ടിയാൻയുവിലേക്ക് പോകുന്ന പൊതു ബസ്സുകൾ ലഭ്യമാണ്. ഇവിടെ നിന്ന് ബസ്സിലായി 2 മണിക്കൂർ യാത്രയിലൂടെയാണ് മുട്ടിയാൻയുക്ക് എത്തുക. ബെയ്ജിങ്ങിൽ നിന്ന് നേരിട്ട് മുട്ടിയാൻയുവിലേക്ക് ടാക്സി എടുക്കാം. ഇത് ഒരു നേരിട്ട് എത്താനുള്ള പെട്ടെന്നുള്ള മാർഗമാണ്, പക്ഷേ ഇത് ചിലവേറിയതായി തോന്നാം. ടൂറിസ്റ്റ് ഏജൻസികളും മുട്ടിയാൻയുവിലേക്ക് പാക്കേജുകളാണ് നൽകുന്നത്. ഇതിൽ ട്രാൻസ്പോർട്ട്, പ്രവേശന ഫീസ് എന്നിവയും ഉൾപ്പെടും. ഗ്രേറ്റ് വാളിലേക്ക് പ്രവേശനം ലഭിക്കാൻ ഒരു ചെറിയ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. ഏകദേശം 40-60 യുവാൻ വരെയാണ് പൊതുവായ പ്രവേശന ഫീസ്. മുട്ടിയാൻയു ഗ്രേറ്റ് വാളിലെ ഒരേ പരമ്പരാഗത പ്രവേശന മാർഗം മാത്രമല്ല, നിങ്ങൾക്ക് കേബിൾ കാർ അല്ലെങ്കിൽ ബേലേദയ ഉപയോഗിച്ച് മുകളിലേക്ക് കയറാനും താഴേക്ക് വരാനും സാധിക്കും. കേബിൾ കാർ യാത്രയുടെ ചെലവ് 100-120 യുവാൻ വരെയാകും. താഴേക്ക് ടൊബോഗൻ സ്ലൈഡിങ്ങിലൂടെ പോകാനുള്ള അവസരവും മുട്ടിയാൻയുവിൽ ലഭ്യമാണ്. ഇത് അനുഭവിക്കാൻ 80-100 യുവാൻ വരെ ചിലവ് വരാം. ഇത് ഏറെ രസകരവും സന്ദർശിക്കാൻ ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. മനോഹരമായ തണുപ്പ് കാലാവസ്ഥയിലുള്ളതുമാണ് ഈ സമയത്തെ പ്രത്യേകത. ശൈത്യകാലത്ത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ തണുപ്പും മഞ്ഞുവീഴ്ചയും വളരെ കൂടുതലായിരിക്കും. 23 പ്രതിരോധ ടവറുകൾ ഉണ്ട്. ഇവയിൽ പലതും വലിയ വീതിയുള്ളതും പല വർഗ്ഗങ്ങളിലുള്ള വാതിലുകളുള്ളതുമാണ്. അതിനാൽ ഈ ടവറുകളിൽ കയറുന്നതും നിൽക്കുന്നതും ഒരു വിനോദമാണ്. മുട്ടിയാൻയുയിലെ മതിലിന്റെ മുകളിലൂടെ നന്നായി നടന്ന് സഞ്ചരിക്കാനുള്ള സൗകര്യവുമുണ്ട്. ഇത് ഒരു ദിനം മുഴുവൻ അനുഭവിക്കുന്നതിന് കഴിയുന്ന അത്ഭുതകരമായ യാത്രയാണ്. സുതാര്യമായ യാത്രാ നിർദ്ദേശങ്ങൾ. മതിലിന്റെ മുകളിലേക്കുള്ള യാത്രയും അവിടെ ഉള്ളപ്പോൾ കൂടുതലായുള്ള കാൽനട യാത്രയും വെല്ലുവിളി ആയിരിക്കാം. അതിനാൽ ജലശീതീകരണം ഉറപ്പാക്കാൻ വെള്ളം കൊണ്ടുവരാൻ മറക്കരുത്. കഴിവനുസരിച്ച് സാധാരണ രീതിയിലുള്ള വസ്ത്രം ധരിക്കുക. മതിലിലെ ഉയരങ്ങളിലൂടെ കയറി ഇറങ്ങാനുള്ള മികച്ച അനുഭവം നേടാൻ നിങ്ങൾക്ക് കഠിനമായ ചവിട്ടുപടികൾ ഉണ്ടാകും. അതിനാൽ കംഫർട്ടബിളായ സംരക്ഷണ വസ്ത്രങ്ങൾ ധരിക്കുക. ചരിത്രപൂർണ്ണ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് മുട്ടിയാൻയു ഗ്രേറ്റ് വാൾ ഒരു സമ്പൂർണ്ണമായ അനുഭവമാക്കാൻ കഴിയും.
മുട്ടിയാന്യു ഗ്രേറ്റ് വാൾ ഒരു ചരിത്ര സമ്പത്താണ്. ഇതിൻ്റെ മഹത്തായ നിർമ്മാണവും അതിനോടൊപ്പം സാഹസികതയും കൂടിച്ചേർന്ന ഒരു മനോഹര യാത്രക്കുറവാണ് നിങ്ങൾക്കുണ്ടാകുക. ഗ്രേറ്റ് വാൾ ഓഫ് ചൈന ഇന്ത്യൻ സിനിമകളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ചിത്രീകരണത്തിന് അനുയോജ്യമായ സാങ്കേതിക പ്രയാസങ്ങൾ മൂലം ഇത് വളരെ അധികം ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും ചില സംവിധായകർ ഈ അതിഗംഭീരമായ സ്ഥലത്ത് ചിത്രീകരണം നടത്താൻ മുതിർന്നിട്ടുണ്ട്. അതിനോട് ബന്ധപ്പെട്ടോ ചിത്രീകരണം നടത്തിയ ശ്രദ്ധേയമായ ഇന്ത്യൻ സിനിമകൾ ജീൻസ് തമിഴ്. ഇതിൽ ഐശ്വര്യരായ് ഒരു പാട്ട് സീനിൽ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയുടെ ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. கனிக்கூட்டம் அதிசயம், வண்ணத்து பூச்சியுடம்பில் ஓவியங்கள் அதிசயம், துளை செல்லும் காற்று மெல்லிசையாதல் அதிசயம், குருநாதர் இல்லாத குயில் பாட்டு அதிசயம், அதிசயமே அசந்து போகும் நீ எந்தன் அதிசயம். கல் தோன்றி மண் தோன்றி கடல் தோன்றும் முன்னாலே உண்டான காதல் அதிசயம். 16 வயதான பருவத்தில் எல்லோருக்கும் படர்கின்ற காதல் அதிசயம். ഗ്രേറ്റ് വാൾ ഓഫ് ചൈന സന്ദർശിച്ച പ്രശസ്തനായ പല ലോക നേതാക്കളും ചരിത്രപരമായ ഈ സ്മാരകത്തെ അവരുടെ ചൈന സന്ദർശനങ്ങളുടെ ഭാഗമാക്കി. ഇവരിൽ ചില പ്രധാന നേതാക്കളിൽ 1. റിച്ചാർഡ് നിക്സൺ, അമേരിക്കൻ പ്രസിഡന്റ്. 1972 ചൈനയിലെ തന്റെ ചരിത്രപരമായ സന്ദർശനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഗ്രേറ്റ് വാൾ സന്ദർശിക്കുകയും ഇത് അമേരിക്ക ചൈന ബന്ധങ്ങളുടെ നവീകരണത്തിന്റെ ചിഹ്നമായി മാറുകയും ചെയ്തു. 2. ബാരക് ഒബാമ, അമേരിക്കൻ പ്രസിഡന്റ്. 2009 പ്രസിഡന്റ് ബാരക് ഒബാമ ഗ്രേറ്റ് വാൾ സന്ദർശിച്ചു. അത് ആഗോള മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. 3. ക്വീൻ എലിസബത്ത് ഏഴ്, ബ്രിട്ടീഷ് രാജ്ഞി. 1986 ബ്രിട്ടീഷ് രാജ്ഞി ചൈന സന്ദർശിച്ചപ്പോൾ ഗ്രേറ്റ് വാൾ സന്ദർശിച്ചു. 4. വ്ലാദിമിർ പുടിൻ, റഷ്യൻ പ്രസിഡന്റ്. പുടിൻ 2006 ചൈന സന്ദർശിച്ചപ്പോൾ ഗ്രേറ്റ് വാളിന്റെ ഒരു പ്രധാന ഭാഗം സന്ദർശിച്ചു. 5. നരേന്ദ്രമോദി, ഇന്ത്യൻ പ്രധാനമന്ത്രി. 2015 ചൈനയിലേക്കുള്ള തന്റെ ഔദ്യോഗിക സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗ്രേറ്റ് വാൾ സന്ദർശിച്ചു. ഈ നേതാക്കളുടെ സന്ദർശനങ്ങൾ ചൈനയുടെ ചരിത്രവും സംസ്കാരവും വലിയ ചിന്തയിൽ ഉൾപ്പെടുത്തുകയും അവരുടെ രാഷ്ട്രതന്ത്രപരമായ ബന്ധങ്ങൾക്ക് പ്രാധാന്യമുണ്ടാക്കുകയും ചെയ്തു.
വിക്രം